ബഹുമാനപ്പെട്ട വൈദികരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ ജനങ്ങളെ, വൺ ചർച്ച് വൺ ലിറ്റർജി, അതാണ് നമ്മുടെ മോട്ടോ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു സഭ, ഒരു കുർബാന, ഒരു രീതിയിലുള്ള ക്രമങ്ങൾ. ഞാൻ ആദ്യ കുർബാന കൈക്കൊള്ളുന്നത് 1962 അന്നത്തെ ഇന്ത്യൻ എൻഷിയോ ഞങ്ങളുടെ ഇടവക പള്ളിയുടെ കല്ലിടിയിൽ നിന്ന് വന്നപ്പോഴാണ് വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നത്. വേദപാഠം പഠിക്കാൻ പള്ളിയില്ലായിരുന്നു, പട്ടക്കാരില്ലായിരുന്നു. 9 കിലോമീറ്റർ നടന്നു പോകണം. അതിനാൽ തന്നെ എൻ്റെ ഒരു അങ്കിൾ അന്നത്തെ മദ്രാസിൽ നിന്ന് വന്നപ്പോൾ ഒരു ചെറിയ പുസ്തകം തന്നു. ഇംഗ്ലീഷിലായിരുന്നു. ലാറ്റിൻ റൈറ്റിലുള്ള കുർബാനയുടെ ക്രമമായിരുന്നു. എല്ലാം അൾത്താരാഭിമുഖം. ഒരു പച്ച ഡ്രസ്, കാപ്പ എന്ന് പറയുന്ന അത് ആണ് പുറകിൽ നിന്ന് കാണുന്നത്. വിശുദ്ധ കുർബാനയും കാസയും ഉയർത്തുമ്പോൾ പുറകിൽ നിന്ന് നമുക്ക് കാണാം, തലയുടെ മുകളിൽ ഉയർത്തും. അപ്പോൾ ഇതെൻ്റെ മനസ്സിലിരിക്കുന്നുണ്ട് അന്നും ഇന്നും. അത് കഴിഞ്ഞ് കുർബാന കൈക്കൊള്ളപ്പാടിന് ശേഷം ആൾട്ടർ ബോയ് ആയി. ഞങ്ങളുടെ കുരിശുപള്ളിയായിരുന്നു ആദ്യം, പിന്നെ ഇടവകയായി. അപ്പോൾ ആൾട്ടർ ബോയ് ആയിരുന്നപ്പോൾ സുറിയാനിയും മലയാളവും കൂടെ മിക്സായി. അന്ന് ആൾട്ടർ ബോയ്ക്ക് ഇപ്പം അച്ഛൻ കൈ കഴുകാൻ വെള്ളം കൊടുത്ത് ഇത് കൊടുക്കുമ്പോൾ അച്ഛൻ സുറിയാനിയിൽ എന്തോ പറയും, മൻദിലാസ്കിലാലെ മാമോദീസ നേസൽ. അച്ഛൻ വേറെന്തോ പറയും, ഞാൻ പറയും മൻദില നാസേവുലെ നേസൽ. അച്ഛൻ വേറെന്തേലും പറയും, ഞാൻ പറയും വസഹാബ് തറയെ. അപ്പോൾ അന്ന് ആ ക്രമം സുറിയാനി മാറി, സുറിയാനിയും മലയാളവും കൂടെ ഒരു മിക്സായി. അത് കഴിഞ്ഞ് അൾത്താരാഭിമുഖമായി, മലയാളം മാത്രമായി. ഇതെല്ലാം മാറ്റങ്ങൾ വന്നതിൽ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അന്നൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ഇപ്പോൾ മാത്രം. 60 വർഷത്തെ പാരമ്പര്യം പറയുന്നു. അപ്പോൾ 60 വർഷത്തിന് മുമ്പുള്ളത് എന്തായിരുന്നു പാരമ്പര്യം അല്ലെങ്കിൽ? അപ്പോൾ 60 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന, ഞാൻ പോട്ടെ 62 56 ജനിച്ചത്, എനിക്ക് വലിയ പാരമ്പര്യമൊന്നും ഇല്ല പറയാൻ. പക്ഷേ ഞാൻ പറയുമ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പന്മാരുടെ അല്ലേ. ആ പാരമ്പര്യം എന്തുകൊണ്ട് മറന്നു പോകുന്നു? അപ്പോൾ അതൊരു കാര്യം. അത് എറണാകുളത്ത് മാത്രം എന്തുകൊണ്ട് പുകമട സൃഷ്ടിക്കുന്നു? എന്ത് പുകമടയെ സൃഷ്ടിക്കുന്നു? അവരനുസരിച്ച് കഴിഞ്ഞാൽ പുകമട മാറിയില്ലേ? അതൊന്ന്. 2, എനിക്ക് പറയാനുള്ളത്, പ്രധാനമായിട്ടും നമ്മുടെ പാമ്പ്ലാനി പിതാവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഔചിത്യം ശരിയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും പറയട്ടെ. പാമ്പ്ലാനി പിതാവ് പറഞ്ഞത് 2 കാര്യത്തിന് കേസ് കൊടുത്തു എന്ന്. ആദ്യത്തെ കേസ് ഞാൻ ടച്ച് ചെയ്യുന്നില്ല. 2ാമത്തെ കേസ്, ഞങ്ങൾ എന്തിന് കത്തീഡ്രലിൽ കയറിയിരുന്നു. അന്ന് ഒരു കാര്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് അവിടെ കുർബാന ചൊല്ലി? അവിടെ കോടതി ഓർഡർ ഉണ്ടായിരുന്നു. കോടതി ഉത്തരവനുസരിച്ച് അവിടെ ഒരു കുർബാനയും പാടില്ലാത്തതാണ്. സഭയുടെ ഉത്തരവനുസരിച്ച് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സഭയുടെ ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ. ആ സമയത്ത് ബഹുമാനപ്പെട്ട തളിയൻ ഞാളിയത്തച്ഛൻ വികാരിയായിരുന്നപ്പോൾ കുർബാന ചെല്ലണം എന്നുള്ള ആവശ്യമായി ചെന്നപ്പോൾ പാമ്പ്ലാനി പിതാവ് തന്നെ എഴുതി കൊടുത്തു, ഇവിടെ കേസ് നിലനിൽക്കുന്നത് കൊണ്ടും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും ഇവിടെ കുർബാന പാടില്ല എന്ന്, ഇവിടെ കുർബാന ചെല്ലാൻ പാടില്ല എന്ന്. അതേ പാമ്പ്ലാനി പിതാവ് ഒക്ടോബർ 25 ഒരു ഓർഡർ വഴി ഇപ്പോഴത്തെ മങ്ങാട്ടച്ഛൻ എഴുതി കൊടുക്കുന്നു കുർബാന ചൊല്ലിക്കോളാൻ. അതനുസരിച്ച് ഡിസംബർ 1 മുതൽ കോടതി വിധിയെ മാനിക്കാതെ, സഭയുടെ വിധിയെ മാനിക്കാതെ അവിടെ ജനാഭിമുഖ കുർബാന ആരംഭിച്ചു. ഡിസംബർ 1-ാം തീയതി. ഡിസംബർ 3-ാം തീയതി പാമ്പ്ലാനി പിതാവ് അവിടെ ഒരു കുർബാന ചൊല്ലി. ഏകീകൃത കുർബാനയായിരുന്നു. പക്ഷേ രാത്രി 11 മണിക്ക് മാത്രം അറിയിച്ചിട്ട്, രാത്രി 11 മണി, തലേദിവസം രാത്രി 11 മണിക്ക് പറയുന്നത് രാവിലെ 6 മണിക്ക് കുർബാന ഉണ്ടെന്ന്. ആരെങ്കിലും വരുമോ?
വന്നു. 3 പേരുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തു വത്തിക്കാനിലേക്ക് അയച്ചു കൊടുത്തു. വത്തിക്കാനിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം പോയി 9-ാം തീയതി ഇവിടുന്ന് ആ വീഡിയോയും കൊണ്ട് പോയി. അന്ന് കുർബാന ചെല്ലാനുള്ള ഒരു കാരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിറന്നാളായിരുന്നെന്ന്. ഡിസംബർ 11-ാം തീയതി പിറന്നാളുള്ള അദ്ദേഹം ഡിസംബർ 3-ാം തീയതിയേക്കിന് പ്രീപോൺ ചെയ്ത് ഏകീകൃത കുർബാന ചെല്ലി എന്ന് 3 പേരുള്ള ഏകീകൃത കുർബാന ചെല്ലുന്ന വീഡിയോയും എടുത്തു. മറ്റുള്ള കുർബാനകളുടെ 65 പേര് 70 പേരുള്ള ആ കുർബാനയുടെ വീഡിയോയും എടുത്തുകൊണ്ട് അവിടേക്ക് പോയി. അപ്പോൾ ഡിസംബർ 10-ാം തീയതി ആ കത്തീഡ്രലിൽ ഞങ്ങൾ കുറച്ച് പേര് കയറിയെങ്കിൽ അത് അവിടെ സഭയുടെ നിയമവും ഇല്ല, രാജ്യത്തിൻ്റെ നിയമവും ഇല്ല, കോടതി വിധിയെ മാനിക്കാതെ ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഇത് പാമ്പ്ലാനി പിതാവിനോട് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചതാണ്. അദ്ദേഹം ഇവിടെ ഇല്ല, പറയുന്നതിൽ ക്ഷമിക്കണം. പിതാവ് എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ കാര്യം അദ്ദേഹം പറഞ്ഞതിൽ ഉള്ള സത്യാവസ്ഥ പറഞ്ഞുവെന്ന് മാത്രം. എനിക്ക് തോമസ് മണ്ണൂരാമ്പറമ്പിലച്ചനോട് വളരെയധികം ബഹുമാനവും സ്നേഹവും ഉണ്ട്. ഈ ഒരു കാര്യത്തിന്, ഈ ഒരു ഏകീകൃത കുർബാനയെപ്പറ്റിയും ഈ അനാഫറകൾ വിവരിക്കുന്ന ഈ പുസ്തകങ്ങൾ എഴുതിയതിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിന് ആരോഗ്യവും കൂടുതൽ രചനയും കൂടുതൽ സഹായത്തിന് ഇതുപോലുള്ള രചനകൾ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.